2002 ഗുജറാത്ത് കലാപത്തെ പർവ്വതീകരിച്ച് തനിക്കെതിരെ വലിയൊരു ആഖ്യാനം രചിക്കാൻ പലരും ശ്രമിച്ചതായി 23 വർഷം മുമ്പ് നടന്ന സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രെഡ്മാനുമായി നടത്തിയ ആ പോഡ്കാസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു കലാപം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടന്നിരിക്കുകയാണ്. ഈ കലാപം ആസൂത്രിതമായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് മഹാരാഷ്ട്രയിലെ കലാപം നടന്നത്. പെട്ടെന്ന് തന്നെ ഖുറാൻ കത്തിച്ചു എന്നുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ജനക്കൂട്ടം 400-500 പേര് വരുന്ന ജനക്കൂട്ടം ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കടകൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു, വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു, സ്വത്തുകൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരു പെട്ടെന്നൊരു കലാപം ഉണ്ടാവുകയാണ്. ഇതിന് കാരണമായിട്ട് പറയുന്നത് തിങ്കളാഴ്ച രാവിലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഔറംഗസേബിന്റെ പ്രതിമ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തിയിരുന്നു. അപ്പൊ ഈ പ്രകടനത്തിനകത്ത് ഒരു മതഗ്രന്ഥം കത്തിച്ചു എന്നുള്ള വ്യാജ പ്രചരണം നടത്തിയിട്ടാണ് വൈകിട്ട് വലിയൊരു തോതിലുള്ള കലാപം നടത്തിയത്. ഈ കലാപത്തിൽ 15ഓളം പോലീസുകാർക്ക് പരിക്കേറ്റു, 3 DCPമാർക്ക് പരിക്കേറ്റു. അപ്പൊ അങ്ങനെ സംഘടിതമായിട്ടുള്ള ഒരു കലാപമായിരുന്നു. ഇതിന്റെ പിറകിൽ വളരെ ആസൂത്രിതമായ ശ്രമം നടന്നു, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് ആരോപണം. നാഗ്പൂരിലെ MLA തന്നെ പറയുന്നത് ഒരു ഹിന്ദു മുസ്ലിം 2 കടക്കാരുണ്ട്, അതിൽ ഒരാളുടെ കട മാത്രം, ഹിന്ദുക്കളുടെ കട മാത്രം ആക്രമിക്കുന്നു. അങ്ങനെ ഒരുപാട് കടകൾ, ഷോപ്പുകൾ, നിരവധി വാഹനങ്ങൾ തകർക്കപ്പെട്ടു. അപ്പൊ ഒരു ജനക്കൂട്ടം, അക്രമാസക്തമായ ഒരു ജനക്കൂട്ടം വന്നിട്ട് ഒരു പ്രത്യേക മതത്തിൽപ്പെടുന്ന ആളുകളുടെ, വിശ്വാസത്തിൽപ്പെടുന്ന ആളുകളുടെ കടകൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. ഇപ്പൊ സാധാരണ പല സ്ഥലത്തും കലാപം നടക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ സംഭവത്തെ ചൊല്ലിയായിരിക്കും, പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കല്ലേറും ആക്രമണങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നു. പക്ഷെ ഇവിടെ ഇതിനെ ഒരു കലാപം അല്ലെങ്കിൽ ഒരു സംഘർഷം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പ്രത്യേക വിഭാഗം നേരിട്ട് ആക്രമിക്കുകയായിരുന്നു. അപ്പൊ ഈ സമയത്ത് വേണ്ടത്ര പോലീസ് ജാഗ്രത കാണിച്ചില്ല എന്ന് വരെ സ്ഥലത്തെ MLA പറയുന്നുണ്ട്. അപ്പം വളരെ ആസൂത്രിതമായ ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഔറംഗസേബ് മറാഠ ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വിദേശ ആക്രമിയാണ്. ഛത്രപതി ശിവാജി അദ്ദേഹത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തി. ഔറംഗസേബ് ഛത്രപതി ശിവാജിയുടെ മകൻ സംഭാജിയെ തടവിലാക്കി കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ ഇത് സംബന്ധിച്ച് സിനിമ വരെ രംഗത്തിറങ്ങി, ചിത്രീകരണത്തിന് ഇറങ്ങിയിരുന്നു. ഔറംഗസേബിനെ ന്യായീകരിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി നേതാവ് പരസ്യമായിട്ട് രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോ വലിയൊരു വിഭാഗം ആവശ്യപ്പെടുന്നത് ഔറംഗസേബിന്റെ ശവകുടീരം തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ്. പക്ഷെ BJP സർക്കാർ വ്യക്തമായിട്ട് പറഞ്ഞു, ഔറംഗസേബിനെ ഞങ്ങൾ മഹത്വവൽക്കരിക്കാൻ തയ്യാറല്ല, പക്ഷെ ഔറംഗസേബിന്റെ ശവകുടീരത്തെ അവിടെ നിലനിർത്തും. അപ്പൊ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പോലും പക്ഷെ ഔറംഗസേബിന്റെ ശവകുടീരം അവിടുന്ന് നീക്കം ചെയ്യണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തും ബജരംഗ് ദളും ഒക്കെ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടത്. അപ്പം അപ്പോഴും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നുണ്ട്, അങ്ങനെ ശവകുടീരം അവിടുന്ന് മാറ്റാൻ പറ്റില്ല, അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിനെ മഹത്വവൽക്കരിക്കാൻ ഞങ്ങൾ പോകുന്നില്ല. അങ്ങനെ മഹത്വവൽക്കരിക്കുന്ന ആളുകളൊക്കെ തന്നെ രാജ്യദ്രോഹികളാണെന്നുള്ള ആരോപണമാണ് ഉപമുഖ്യമന്ത്രി ആരോപിക്കുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും ഒരു മതപരമായ ഒരു ചേരിതിരിവുണ്ടാക്കാനാണ് ആസൂത്രിതമായിട്ട് ബോംബെയിൽ, മഹാരാഷ്ട്രയിൽ ശ്രമം നടക്കുന്നത്. അതിന്റെ പിറകിൽ വലിയ ഗൂഢാലോചനയുണ്ട്. കാരണം രാജ്യത്തെമ്പാടും കലാപം നടക്കുകയാണ്, അല്ലെങ്കിൽ ലോകത്തെമ്പാടും സംഘർഷങ്ങൾ നടക്കുകയാണ്. ആ സംഘർഷം നമ്മുടെ നാട്ടിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയൊരു തരത്തിലുള്ള വർഗീയ കലാപങ്ങളൊന്നും ഒരു സ്ഥലത്തും കാണാനില്ല. പക്ഷെ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കിയെടുക്കാണ്. കാരണം മതപരമായ ഒരു സംഘർഷം പെട്ടെന്ന് അത് പടരും. കാരണം ഏതെങ്കിലും ഒരു വിഭാഗം ആക്രമിച്ചാൽ സ്വാഭാവികമായിട്ടും മറുവിഭാഗം പ്രത്യാക്രമണം നടത്തും. അപ്പൊ അങ്ങനെയുള്ളൊരു സംഘർഷം നമ്മുടെ നാട്ടിന്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ പുരോഗതിക്ക് വിഘാതമായിട്ട് തീരുന്നതാണ്. അത് മാനവ സമൂഹത്തിന് മൊത്തം അങ്ങനെയാണ്. ലോകത്ത് എവിടെയാണെങ്കിലും അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും മതത്തിന്റെ പേരിലാണെങ്കിലും സാമുദായികതയുടെ പേരിലാണെങ്കിലുള്ള സംഘർഷങ്ങളൊക്കെ തന്നെ സമൂഹത്തിന്റെ പുരോഗതിക്കാണ് വിഘാതം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നാഗ്പൂരിൽ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയപ്പെടണം. ആ ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരികയാണ് ഭരണകൂടം ചെയ്യേണ്ടത്.